സംഖ്യാപുസ്തകം 35 അധ്യായം. യഹോവ പിന്നെയും യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിന് നിന്ന് ലേവ്യർക്ക് വസിപ്പാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് കൽപ്പിക്കുക. പട്ടണങ്ങളോടുകൂടെ അവയുടെ പുൽപ്പുറവും നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കണം. പട്ടണങ്ങൾ അവർക്ക് പാർപ്പിടമായിരിക്കണം. അവയുടെ പുൽപ്പുറം ആടുമാടുകൾ മുതലായ സകല മൃഗസമ്പത്തിനും വേണ്ടി ആയിരിക്കണം. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കേണ്ടുന്ന പുൽപ്പുറം പട്ടണത്തിൻ്റെ മതിലെങ്കിൽ തുടങ്ങി പുറത്തോട്ട് ചുറ്റും 1000 മുഴം വിസ്താരമായിരിക്കണം. പട്ടണം നടുവാക്കി അതിനു പുറമെ കിഴക്കോട്ട് 2000 മുഴവും തെക്കോട്ട് 2000 മുഴവും പടിഞ്ഞാറോട്ട് 2000 മുഴവും വടക്കോട്ട് 2000 മുഴവും അളക്കണം. അത് അവർക്ക് പട്ടണങ്ങളുടെ പുൽപ്പുറം ആയിരിക്കണം. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണം. കുല ചെയ്തവൻ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നിങ്ങൾ അവയെ അവനു വേണ്ടി വേർതിരിക്കണം. ഇവ കൂടാതെ നിങ്ങൾ വേറെയും 42 പട്ടണങ്ങളെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങൾ എല്ലാം കൂടെ 48 ആയിരിക്കണം. അവയും അവയുടെ പുൽപ്പുറങ്ങളും കൊടുക്കണം. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ നിന്ന് ജനമേറിയവൻ ഏറെയും ജനം കുറഞ്ഞവൻ കുറയും പട്ടണങ്ങൾ കൊടുക്കണം. ഓരോ ഗോത്രം തനിക്ക് ലഭിക്കുന്ന അവകാശത്തിൽ നിന്ന് ഒത്തവണ്ണം ലേവ്യർക്ക് പട്ടണങ്ങളെ കൊടുക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്ത് എത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം. കുല ചെയ്തവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരൻ്റെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരം ആയിരിക്കണം. യോർദാൻ അക്കരെ 3 പട്ടണവും കനാൻ ദേശത്ത് 3 പട്ടണവും കൊടുക്കണം. അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊല്ലുന്നവൻ ഏവനും അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് ഈ 6 പട്ടണം ഇസ്രായേൽ മക്കൾക്കും പരദേശികൾക്കും വന്ന് പാർക്കുന്നവനും സങ്കേതം ആയിരിക്കണം. എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും ഒരുത്തനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. അല്ലെങ്കിൽ മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും കയ്യിലിരുന്ന മാരകായുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. രക്തപ്രതികാരകൻ തന്നെ കുലപാതകനെ കൊല്ലണം. അവനെ കണ്ടുകൂടുമ്പോൾ അവനെ കൊല്ലണം. ആരെങ്കിലും ദേഷ്യം നിമിത്തം ഒരുത്തനെ കുത്തുകയോ കരുതിക്കൂട്ടി അവൻ്റെ മേൽ വല്ലതും എറിയുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ ശത്രുതയാൽ കൈകൊണ്ട് അവനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവനെ കൊന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ കുലപാതകൻ. രക്തപ്രതികാരൻ കുലപാതകനെ കണ്ടുകൂടുമ്പോൾ കൊന്നുകളയണം. എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ പെട്ടെന്ന് ഒരുത്തനെ കുത്തുകയോ കരുതാതെ വല്ലതും അവൻ്റെ മേൽ എറിഞ്ഞു പോകുകയോ അവന് ശത്രുവായിരിക്കാതെയും അവന് ദോഷം വിചാരിക്കാതെയും അവൻ മരിപ്പാൻ തക്കവണ്ണം അവനെ കാണാതെ കല്ലെറിയുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ കുല ചെയ്തവനും രക്തപ്രതികാരകനും മധ്യേ ഈ ന്യായങ്ങളെ അനുസരിച്ച് സഭ വിധിക്കണം. കുല ചെയ്തവനെ സഭ രക്തപ്രതികാരകൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതൻ്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. എന്നാൽ കുല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിൻ്റെ അതിർ വിട്ട് പുറത്തു വരികയും അവനെ അവൻ്റെ സങ്കേത നഗരത്തിൻ്റെ അതിരിന് പുറത്ത് വെച്ച് കണ്ട് രക്തപ്രതികാരകൻ കുല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല. അവൻ മഹാപുരോഹിതൻ്റെ മരണം വരെ തൻ്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കുല ചെയ്തവന് മഹാപുരോഹിതൻ്റെ മരണശേഷം തൻ്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം. ഇത് നിങ്ങൾക്ക് തലമുറയായി
നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ന്യായവിധിക്കുള്ള പ്രമാണം ആയിരിക്കണം. ആരെങ്കിലും ഒരുത്തനെ കൊന്നാൽ കൊലപാതകൻ സാക്ഷികളുടെ വാമൊഴി പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഒരു മനുഷ്യന് നേരെ മരണശിക്ഷയ്ക്ക് ഏകസാക്ഷിയുടെ മൊഴി മതിയാകുന്നതല്ല. മരണയോഗ്യനായ കൊലപാതകൻ്റെ ജീവന് വേണ്ടി നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. അവൻ മരണശിക്ഷ തന്നെ അനുഭവിക്കണം. സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോയവൻ പുരോഹിതൻ്റെ മരണത്തിൽ നിന്നു മുമ്പേ നാട്ടിൽ മടങ്ങിവന്ന് പാർക്കേണ്ടതിനും നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. നിങ്ങൾ പാർക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത്. രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു. ദേശത്തിൽ ചൊരിഞ്ഞ രക്തത്തിനു വേണ്ടി രക്തം ചൊരിയിച്ചവൻ്റെ രക്തത്താലല്ലാതെ ദേശത്തിന് പ്രായശ്ചിത്തം സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അധിവസിക്കുന്ന നിങ്ങളുടെ പാർപ്പിടമായ ദേശം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ മധ്യേ യഹോവയായ ഞാൻ അധിവസിക്കുന്നു. ഇങ്ങനെ 35 അധ്യായം അവസാനിക്കുന്നു.